പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സോളിഡ്സ് എന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോൾ അവസാന ഭാഗത്തിലാണുള്ളത്. അതിൽ സ്ഫിയർ എന്ന രൂപത്തിൻ്റെ വോള്യം, അതേപോലെ തന്നെ സർഫസ് ഏരിയ, ഇനി അത് മുറിച്ച് തുല്യമായ രണ്ട് ഭാഗങ്ങളാക്കുകയാണെങ്കിൽ വരുന്ന ഹെമിസ്ഫിയേഴ്സിൻ്റെ വോള്യം, സർഫസ് ഏരിയ, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതിൻ്റെ പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം, ദ സർഫസ് ഏരിയ ഓഫ് എ സോളിഡ് സ്ഫിയർ ഈസ് 120 സ്ക്വയർ സെന്റിമീറ്റേഴ്സ്. ഇഫ് ഇറ്റ് ഈസ് കട്ട് ഇൻ ടു 2 halves, വാട്ട് വുഡ് ബി ദ സർഫസ് ഏരിയ ഓഫ് ഈച്ച് ഹെമിസ്ഫിയർ എന്നാണ്. അതായത് 120 സ്ക്വയർ സെന്റിമീറ്റേഴ്സ് സർഫസ് ഏരിയ വരുന്ന ഒരു സ്ഫിയറിനെ മുറിച്ച് തുല്യമായ രണ്ട് ഭാഗങ്ങളാക്കുകയാണെങ്കിൽ ഓരോന്നിൻ്റെയും സർഫസ് ഏരിയ എത്രയാണ്? അപ്പോൾ ഇവിടെ സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ ഓഫ് റേഡിയസ് ആർ എന്ന് പറയുന്നത് ഇക്വേഷൻ 4πr² ആണ്. ഇനി ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ഹെമിസ്ഫിയർ ഓഫ് റേഡിയസ് ആർ എന്ന് പറയുന്നത് 2πr² അല്ല ഉണ്ടാവുക. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സർക്കിളും കൂടെ പുതുതായിട്ട് വരും. അതുകൊണ്ട് തന്നെ 3πr² ആണ് ഉണ്ടാകുക. അപ്പോൾ തന്നിരിക്കുന്ന കണ്ടീഷൻ പ്രകാരം 4πr² എന്ന് പറയുന്നത് 120 ആണ്. വി വാണ്ട് ടു ഫൈൻഡ് 3πr². 3πr² ഈസ് ഈക്വൽ ടു 3/4 × 4πr² എന്ന് പറയാലോ അല്ലേ? ഇവിടെ 4 ക്യാൻസൽ ചെയ്ത് പോയാൽ പിന്നെ 3πr² ഉണ്ടാവുള്ളൂ. Here we know that 4πr² is equal to 120. So the surface area of the hemisphere is equal to 3/4 × 120 equal to 3 × 30 is equal to 90 square centimeters ആണെന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് പോവുകയാണെങ്കിൽ, the volume of two spheres are in the ratio 27:64. What is the ratio of the radii and the ratio of their surface areas? അപ്പോൾ രണ്ട് സ്ഫിയേഴ്സിൻ്റെ വോള്യൂംസിൻ്റെ റേഷ്യോ ആണ് 27:64 തന്നത്. വോള്യൂം തന്നിട്ടില്ല, റേഷ്യോ തന്നിരിക്കുന്നു. Then we want to find the radii of each spheres and the ratio of the surface areas. അപ്പോൾ ഇവിടെ നമ്മൾ let V1 and V2 be the volumes എന്ന് എടുക്കുന്നു. R1 and R2 be the radius of the two spheres ആണെന്ന് എടുക്കുന്നു. അപ്പോൾ ഒന്നാമത്തതിൻ്റെ വോള്യൂം V1 ഉം രണ്ടാമത്തിൻ്റെ വോള്യൂം V2 ഉമാണ്. റേഡിയസ്, കറസ്പോണ്ടിങ് റേഡിയസ് എന്ന് പറയുന്നത് R1 ഉം R2 ആണ് ഓരോ സ്ഫിയേഴ്സിൻ്റെയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ V1 = 4/3πr1³ ആണ്. V2 എന്ന് പറയുന്നത് 4/3πr2³ ആണ്. ഓക്കെ, ഗിവൺ ദാറ്റ് ദ റേഷ്യോ ഓഫ് ദ വോള്യൂംസ് ഈസ് ഈക്വൽ ടു 27:64. അപ്പോൾ V1:V2 ആണ് നമുക്ക് 27:64 തന്നിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ V1/V2 എന്ന് പറയുന്നത് 27/64 ആണെന്ന് കിട്ടും. V1-നും V2-നും പകരം ഈ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. സോ 4/3πr1³ ഡിവൈഡ് ബൈ 4/3πr2³ ഈസ് ഈക്വൽ ടു 27/64. നമുക്ക് ഇവിടുന്ന് 4/3π കോമൺ ആയതുകൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ R1³ ഈസ് ഈക്വൽ ടു 27/64 = 3/4³ എന്ന് എഴുതാം. ശരിയല്ലേ? കാരണം 27 എന്ന് പറയുന്നത് 3³ ആണ്, 64 എന്ന് പറയുന്നത് 4³ ആണ്. അപ്പോൾ 27/64 3³ ആണ്. അതിൽ നമുക്ക് 3/4³ എന്ന് എഴുതാം. ഇനി R1³ ഇതേപോലെ R1/R2³ എന്ന് എഴുതാലോ. സോ R1/R2³ ഈസ് ഈക്വൽ ടു 3/4³. ഈ നമ്പറിൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് ഈ നമ്പറിൻ്റെ ക്യൂബിന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ നമ്പറിന് തുല്യമായിരിക്കും. അതായത് R1/R2 എന്ന് പറയുന്നത് 3/4 ആണ്. സോ ദ റേഷ്യോ ഓഫ് ദ റേഡിയൈ എന്ന് പറയുന്നത് 3:4 ആണെന്ന് കിട്ടും. നൗ വി വാണ്ട് ടു ഫൈൻഡ് ദർ സർഫസ് ഏരിയാസ്. അപ്പോൾ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഒരു സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ 4πr² ആണ്. അപ്പോൾ ഇവിടെ R1 ആണ് റേഡിയസ് എങ്കിൽ R1 റേഡിയസ് ഉള്ള സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ 4πr1² ആയിരിക്കും. ഇത് 4πr2² ആയിരിക്കും. അപ്പോൾ R1/R2 തന്നെ ആയിരിക്കും അല്ലേ? സോറി, R1/R2² തന്നെ ആയിരിക്കില്ലേ വരിക ഇതിൻ്റെ സർഫസ് ഏരിയാസിൻ്റെ റേഷ്യോസ് നോക്കാം. R1²/R2² എന്ന് പറയുമ്പോൾ 3²/4² അല്ലെങ്കിൽ 3/4² = 9/16. അപ്പോൾ സർഫസ് ഏരിയ കാണുമ്പോൾ 4π അഡീഷണൽ ആയിട്ട് വരുന്നു. സോ 4πr1²/4πr2² ഈസ് ഈക്വൽ ടു 9/16 ആണെന്ന് കിട്ടും. And therefore the ratio of the surface areas is equal to 9:16 ആണെന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, the base radius and length of a metal cylinder are 4 cm and 10 cm. If it is melted and recast into spheres of radius 2 cm each, how many spheres can be made? എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സിലിണ്ടർ ഉണ്ട്, അതിൻ്റെ ബേസ് റേഡിയസ് 4 cm ആണ്, ഹൈറ്റ് 10 cm ആണ്. അപ്പോൾ അത് ഉരുക്കിയിട്ടാണ് നമ്മൾ റേഡിയസ് 2 വരുന്ന സ്ഫിയേഴ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറേ സ്ഫിയേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. അത് എത്ര എണ്ണം പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ സിലിണ്ടറിൻ്റെ വോള്യം കണ്ടിട്ട് അതിനെ സ്ഫിയറിൻ്റെ വോള്യം കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ഗിവൺ ദാറ്റ് ദ ബേസ് റേഡിയസ് ആൻഡ് ലെങ്ത് ഓഫ് എ മെറ്റൽ സിലിണ്ടർ ആർ 4 cm and 10 cm. Therefore the volume is equal to 4πr²h ആണ് ഇക്വേഷൻ. 4π × 4² × 10 ആണെന്ന് കിട്ടും. അത് അവിടെ നിൽക്കട്ടെ.
ഇനി വോളിയം ഓഫ് സ്ഫിയേഴ്സ് ഓഫ് റേഡിയസ് 2 എന്ന് പറയുന്നതോ അല്ലെ വോളിയം 4/3 പൈ ആർ ക്യൂബ് ആണ്. അപ്പോൾ നമുക്കിവിടെ 4/3 പൈ ഇൻറ്റു 2 ക്യൂബ് ആണെന്ന് കിട്ടും. അപ്പോൾ ഈ വോള്യത്തിന് ഈ വോള്യം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ ആവും. Therefore, the number of spheres made from melted cylinder is equal to 4 pi into 4 square into 10 divided by 4/3 pi into 2 cube ആണെന്ന് കിട്ടും. 4 pi ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ന്യൂമറേറ്ററിൽ 4 സ്ക്വയർ ഇൻറ്റു 10 വരും, ഡിനോമിനേറ്ററിൽ 1/3 ഇൻറ്റു 2 ക്യൂബ് വരും. അതെങ്ങനെയാണ് മാറുക നോക്കാം. ദിസ് ഈക്വൽ ടു 4 സ്ക്വയർ 16 ആയി, 10 ആയി, ഇവിടെ 2 ക്യൂബ് ഡിവൈഡ് ബൈ 3. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു 16 ഇൻറ്റു 10 ഇൻറ്റു 2 ക്യൂബ് എന്ന് പറയുമ്പോൾ 8 ആണ്, ബൈ 3 ആണ് വരിക. അപ്പോൾ ഈ 8/3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം 3/8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. സോ ദിസ് ഈക്വൽ ടു 60 ആണെന്ന് കിട്ടും. അപ്പോൾ 60 എണ്ണം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു ചോദ്യം, എ മെറ്റൽ സ്ഫിയർ ഓഫ് റേഡിയസ് 12 സെന്റിമീറ്റേഴ്സ് ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻറ്റു 27 സ്മോൾ സ്ഫിയേഴ്സ് ഓഫ് ഈക്വൽ സൈസ്. വാട്ട് ഇസ് ദ റേഡിയസ് ഓഫ് ഈ സ്മോൾ സ്ഫിയർ? അപ്പോൾ ഈ ഒരു ചോദ്യം നേരത്തെ പറഞ്ഞ ചോദ്യത്തിന്റെ മറ്റൊരു രൂപമാണ്. അത് നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഫ്രം എ സോളിഡ് സ്ഫിയർ ഓഫ് റേഡിയസ് 10 സെന്റിമീറ്റേഴ്സ് ആൻഡ് എ കോൺ ഓഫ് ഹൈറ്റ് 16 സെന്റിമീറ്റേഴ്സ് ഇസ് കാർവ്ഡ് ഔട്ട്. എന്നോട് പറയാം, ഫ്രം എ സോളിഡ് സ്ഫിയർ ഓഫ് റേഡിയസ് 10 സെന്റിമീറ്റേഴ്സ് എ കോൺ ഓഫ് ഹൈറ്റ് 16 സെന്റിമീറ്റേഴ്സ് ഇസ് കാർവ്ഡ് ഔട്ട്. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ വോളിയം ഓഫ് ദ സ്ഫിയർ ഈസ് ദ വോളിയം ഓഫ് ദ കോൺ? അതായത് ഒരു 10 സെന്റിമീറ്റർ റേഡിയസും ഉള്ള ഒരു സ്ഫിയർ എടുക്കുന്നു. ആ സ്ഫിയർ കാർവ് ചെയ്തിട്ട് നമ്മൾ അതിനുള്ളിൽ നിന്നും ഒരു 16 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരു കോണ് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കോണിന്റെ വോള്യം സ്ഫിയറിന്റെ വോള്യത്തിന്റെ എത്ര ഭാഗമാണെന്നാണ് ചോദ്യം. അല്ലേ, ഇതാണ് ചിത്രം. അപ്പോൾ ഒരു സ്ഫിയർ ഉണ്ട്, ആ സ്ഫിയറിന്റെ ഉള്ളിൽ നിന്നും ഒരു കോൺ, അല്ലെ, ആ കോണിന്റെ ബേസ് സർക്കിളാണ് ഇവിടെ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത്. കോണിന്റെ ഹൈറ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ പോയിന്റ് ആണ് സ്ഫിയറിന്റെ സെന്റർ. അപ്പോൾ അത് വെച്ചോണ്ട് നമ്മൾ കാര്യം ചെയ്യുന്നത്. റേഡിയസ് ഓഫ് സ്ഫിയർ ഈസ് ഈക്വൽ ടു 10 സെന്റിമീറ്റേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? സെന്ററിൽ നിന്നും ഈ സ്ഫിയറിൻ്റെക്കുള്ള ദൂരം 10 സെന്റിമീറ്റേഴ്സ് ആണല്ലേ. അപ്പോൾ ഇതാ ഇവിടെ നിന്നും ഇവിടത്തേക്കുള്ള ദൂരം അത് 10 ആയിരിക്കും. അതേപോലെ ഇതും എത്ര തന്നെയായിരിക്കും? 10 ആയിരിക്കും. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ? കോണിന്റെ ഹൈറ്റ് 16 ആണ് എന്ന് പറയുമ്പോൾ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഈ ഹൈറ്റ് 16 ആണ്, അല്ലേ? ഹൈറ്റ് ഓഫ് ദ കോൺ ഈസ് ഈക്വൽ ടു 16. ഇതിൽ ഇവിടെ മുതൽ ഇവിടം വരെ 10 ആയല്ലോ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഭാഗം എന്ന് പറയുമ്പോൾ 16 മൈനസ് 10 ഈസ് ഈക്വൽ ടു 6 അല്ലേ ഉണ്ടാവുള്ളൂ. ഇത് 6 ആണെന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളായി. അതിന്റെ ഒരു പെർപെൻഡിക്കുലർ സൈഡ് 6 ആണ്, ഹൈപ്പോട്ടന്യൂസ് 10 ആണ്. സോ വി വാണ്ട് ടു ഫൈൻഡ് ദ ബേസ് ഓഫ് ദാറ്റ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, അല്ലേ? അതാണ് റേഡിയസ് ഓഫ് ദ കോൺ ആയിട്ട് വരിക. ദാറ്റ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 10 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 64 ഈക്വൽ ടു 8. അപ്പോൾ റേഡിയസ് ഓഫ് ദ കോൺ 8 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി വോളിയം ഓഫ് ദ കോൺ ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദ സ്ഫിയർ കാണാം. ഡയറക്റ്റ് ഇങ്ങനെ എഴുതണമെന്നില്ല. വോളിയം ഓഫ് ദ കോൺ സെപ്പറേറ്റ് കാണുക, വോളിയം ഓഫ് ദ സ്ഫിയർ സെപ്പറേറ്റ് കാണുക. ദാറ്റ് അല്ലേ, അത് രണ്ടും തമ്മിൽ ഡിവൈഡ് ചെയ്യുക. വോളിയം ഓഫ് ദ കോൺ 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ്. സ്ഫിയർ 4/3 പൈ ആർ ക്യൂബ് ആണ്. ഇവിടുത്തെ കോണിന്റെ ബേസ് റേഡിയസ് 8 ആണ്. അപ്പോൾ 1/3 പൈ ഇൻറ്റു 8 സ്ക്വയർ ഇൻറ്റു 16 വരും, അല്ലെ? ഹൈറ്റ് 16 ആണ്. ഇനി 4/3 പൈ ഇൻറ്റു 10 ക്യൂബ് ആർ ക്യൂബ്, അല്ലെ? ഇവിടുത്തെ റേഡിയസ് ഓഫ് ദ സ്ഫിയർ എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ ഇതിൽ 1/3 പൈ ക്യാൻസൽ ചെയ്ത് പോവും. ബാക്കി വരിക 8 സ്ക്വയർ 16 ആവും, 64 ആവും. ഇവിടെ 64 ഇൻറ്റു 16 ഡിവൈഡ് ബൈ 4 ഇൻറ്റു 1000 വരും. അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ 32 ഡിവൈഡ് ബൈ 125 ആണെന്ന് കിട്ടും. അതായത് ഈ സ്ഫിയറിന്റെ വോള്യത്തിന്റെ സ്ഫിയറിന്റെ വോള്യം 125 ആണെങ്കിൽ ഇതിന്റെ കോണിന്റെ വോള്യം 32 ആണ്. അപ്പോൾ 125ൽ 32 ഭാഗമാണ് കോണിന്റെ വോള്യമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി വരുന്നത് ദ പിക്ചർ ഷോസ് ദ ഡയമെൻഷൻസ് ഓഫ് എ പെട്രോൾ ടാങ്ക് ആണ്. വി വാണ്ട് ടു ഫൈൻഡ് ദ, അല്ലെ, ക്വസ്റ്റിന്റെ ഒരു ഭാഗം ഇവിടെ ഉണ്ട്. ഫൈൻഡ് ദ വോള്യം ഓഫ് ദിസ് പെട്രോൾ ടാങ്ക്. അപ്പോൾ ഈ പെട്രോൾ ടാങ്ക് നോക്കിയാൽ നമുക്ക് നമ്മൾ റോഡിലൂടെ ഒക്കെ ഇതുപോലത്തെ വാഹനം പോകുന്ന കാണുന്നതാണ്. ഈ ഒരു ഭാഗം ഹെമിസ്ഫിയർ ആണ്, ഈ ഒരു ഭാഗം ഹെമിസ്ഫിയർ ആണ്. എന്ന് പറഞ്ഞാൽ ഒരു സ്ഫിയറിനെ മുറിച്ചിട്ട് ഒരു സിലിണ്ടറിന്റെ രണ്ടറ്റത്തും പിടിപ്പിച്ചല്ലേ. ഇവിടെ തന്നിരിക്കുന്ന അളവ് നോക്കിക്കേ. സ്ഫിയറിന്റെ ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത് 2 മീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ റേഡിയസ് 1 മീറ്റർ ആവും, ശരിയല്ലേ? അപ്പോൾ 1 മീറ്റർ റേഡിയസ് വരുന്ന 2 ഹെമിസ്ഫിയേഴ്സും പിന്നെയോ ഈ ടോട്ടൽ ലെങ്ത് 6 ആയതുകൊണ്ട് തന്നെ 1 ഇപ്പുറത്തും 1 പോയി കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് മുതൽ ഇവിടം വരെയുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും. ഇതിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ 1 മീറ്റർ റേഡിയസ് വരുന്ന ഒരു സ്ഫിയറും 1 മീറ്റർ റേഡിയസ് വരുന്ന 4 യൂണിറ്റ് ഹൈറ്റ് ഉള്ള ഒരു സിലിണ്ടറും. അപ്പോൾ രണ്ടിന്റെ വോള്യൂംസും സെപ്പറേറ്റ് കണ്ടാൽ പോരെ. സ്ഫിയറിന്റെ വോള്യം കാണാനുള്ള ഇക്വേഷൻ 4/3 പൈ ആർ ക്യൂബ് ആണ്. അപ്പോൾ 4/3 പൈ ഇൻറ്റു 1 ക്യൂബ് വരും. അത് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഇനി സിലിണ്ടറിന്റെ വോള്യം 4 പൈ ആർ സ്ക്വയർ എച്ച് ആണ്.
അപ്പോൾ 4π ഇൻറ്റു 1² ഇൻറ്റു 4 വരും. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് ആ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്.